മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ എൻ ജഗു സൂററ്റ്. പ്രാർത്ഥന ശ്രവിച്ചാലും. മോർണിംഗ് വോയ്സിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാവിലത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമുക്ക് ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഈ വാക്യം ലേവ്യ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി അവരുടെ ആത്മികവും ഭൗമികവും ധാർമ്മികവുമായ വിശുദ്ധിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ എഴുതിയ കാര്യമാണ്. ജാതികളെ നീക്കി കനാൻ ദേശം അവർ സ്വായത്തമാക്കുമ്പോൾ ആ രാജ്യത്ത്, ആ വാഗ്ദത്ത ദേശത്ത് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ എങ്ങനെ ആയിരിക്കണം, അവരുടെ നടപടിക്രമങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, ലേവ്യ പുസ്തകം ഇസ്രായേൽ മക്കളുടെ അവരുടെ ധാർമ്മിക മൂല്യങ്ങളെ വരച്ചു കാണിക്കുന്ന ഒരു പുസ്തകവും ദൈവത്തിൻ്റെ പുരോഹിതന്മാരായ ലേവ്യർ എങ്ങനെ അവരുടെ മധ്യേ ആയിരിക്കണം എന്നുള്ളതും അവരുടെ യാഗാർപ്പണ രീതികളും രാജ്യത്ത് ഉടനീളം അവർ ചെയ്യേണ്ട അതിമഹത്തായിരിക്കുന്ന അവരുടെ ആത്മിക ശുശ്രൂഷകളുമാണ് പ്രത്യേകാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19, 20, 21 അധ്യായങ്ങൾ ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം അവരെ ഓർപ്പിക്കുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു എന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെ ഓർപ്പിക്കുന്നു. അവരോട് പറയുന്നത് മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, ശബ്ബത്തിനോടുള്ള ബന്ധത്തിൽ, വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ, അതുമാത്രമല്ല ദരിദ്രനോടുള്ള ബന്ധത്തിൽ, വിളവെടുപ്പിനോടുള്ള ബന്ധത്തിൽ, കൂലിക്കാരനോടുള്ള ബന്ധത്തിൽ, അയൽക്കാരനോടുള്ള ബന്ധത്തിൽ, പരദേശിയോടുള്ള ബന്ധത്തിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ധാർമ്മികമായിരിക്കുന്ന ഒരു മൂല്യം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞിട്ട് ഓർപ്പിക്കുകയാണ്. ന്യായവിസ്താരത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നത്, എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും എൻ്റെ കൂട്ടുകാരൻ നീതിയോട് ന്യായം വിധിക്കണം. അപ്പം നീതിയും ധാർമ്മികത്വവും ആത്മിക മൂല്യങ്ങളും ഒത്തുചേർന്ന ഒരു ജീവിതമായിരിക്കണം ഇസ്രായേലിയൻ്റേത്, ദൈവമക്കളുടേത്, ഇസ്രായേൽ മക്കളുടേതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അവരുടെ ധാർമ്മികമായ മൂല്യങ്ങളെക്കാൾ അവരുടെ ആത്മീയ മൂല്യങ്ങൾക്ക് കുറേ കൂടെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ ഭക്ഷണ രീതിയിലും അവരുടെ ആ ദേശത്ത് ചെല്ലുമ്പോൾ അന്യജാതികളായിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന മന്ത്രവാദം, ശകുനം, വെളിച്ചപ്പാട്, ഇതൊക്കെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രായേലിന് ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളവൻ എൻ്റെ മധ്യേ പാടില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്നത്. അതിൻ്റെ മുഖ്യ കാരണം ഇവിടെ പറയുന്നത്, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവിൻ. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. ദൈവം വിശുദ്ധനായതുകൊണ്ട് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന നാം ആ വിശുദ്ധിയെ
അതിൻ്റെ എല്ലാ അളവോളം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എനിക്കുള്ളവരാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിനായിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ വേർതിരിച്ചിരിക്കുകയാണ്. പെസഹ കുഞ്ഞാടിൻ്റെ യാഗത്താൽ മിസ്രയീമ്യ ആദിജാതന്മാരെ കൊന്നുകൊണ്ട് ദൈവം തനിക്ക് വേണ്ടി തൻ്റെ സ്വന്തമായിട്ടൊരു കൂട്ടം ജനത്തെ വേർതിരിച്ച് വിശുദ്ധരാക്കി മാറ്റിയിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയുടെ അതിൻ്റെ ഏറ്റവും ആഴം മനസ്സിലാക്കണമെങ്കിൽ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെ കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തിഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറുപ്പാക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്ത് പാർക്കുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിൽ, അവൻ്റെ അയൽക്കാരനോടുള്ള ബന്ധത്തിൽ, പരദേശിയോടുള്ള ബന്ധത്തിൽ ഒക്കെ ധാർമ്മിക മൂല്യങ്ങളും അവരാചരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ യഹോവയെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് വേണം. നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു ഞാനാകുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇക്കാര്യം ഓർത്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. എന്നാൽ വിശുദ്ധനായിരിക്കുന്ന ദൈവം ഇവരുടെ ആഹാരത്തിൽ പോലും, അല്ലെങ്കിൽ ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും അവരെത്ര സൂക്ഷ്മതയുള്ളവരാണെന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് പക്ഷിയാകട്ടെ, മൃഗമാകട്ടെ, ഇഴജാതിയാകട്ടെ, അതിൽ ശുദ്ധിയില്ലാത്തതിനെ നിങ്ങൾ ഭക്ഷിച്ച് എൻ്റെ നാമം അശുദ്ധമാക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, തൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം തൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമാക്കി ഇവിടെ കൊടുക്കുകയാണ്. പുതിയ നിയമത്തിലും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക രക്തത്താൽ, വിശുദ്ധ രക്തത്താൽ, പിറേറി രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കളായിരിക്കുന്ന നാം അവനെ നാം വായിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് തൻ്റെ വിശുദ്ധരായ മക്കളാണ്. ഈ ബോധ്യം നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കണം. ഇസ്രായേലിന് അവരുടെ രാജ്യത്ത് ജനത്തെക്കൊണ്ട് മാത്രമല്ല, ദേശത്തെക്കൊണ്ട് മാത്രമല്ല, വിളവെടുപ്പുകൊണ്ട് മാത്രമല്ല, അവരുടെ ഭക്ഷണ രീതിയിൽ പോലും കേവലം മൃഗങ്ങളായാലും പക്ഷികളായാലും ഇഴജാതികളായാലും അവയെ ഭക്ഷിക്കുമ്പോൾ പോലും അവർ ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവം വിശുദ്ധനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രജയാണ്. പുതിയ നിയമത്തിൽ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും അതിലും ആഴത്തിൽ, അതിലും ഗാംഭീര്യമായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയെ സ്മരിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുമെന്നോ ദൈവം കൽപ്പിച്ച ആ കൽപ്പന, അതൊരു കൽപ്പനയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് ജാതികളെ ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണെന്ന് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ പിന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.